നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലബാറിൽ അധിക +1 ബാച്ചുകൾ അനുവദിക്കണമെന്ന് KSTU സബ് ജില്ലാ കമ്മിറ്റി. SSLC CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തിരൂർ നഗരസഭ 28-ാം വാർഡിലെ വിദ്യാർത്ഥിനികളെ ആദരിച്ചു. നന്നമ്പ്ര പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജൂൺ 6-ന്. ലീഗിന് സ്ഥാനാർത്ഥിയായില്ല. ഗ്ലോബൽ അക്കാദമിയിൽ കോൺവെക്കേഷൻ സംഘടിപ്പിച്ചു. എലൈറ്റ് ലേണേഴ്സിന്റെ വിക്ടറി ഡേയിൽ +2 വിജയികളെ അനുമോദിച്ചു. വിശദമായ വാർത്തകൾ. 10ാം ക്ലാസ് വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഉപരിപഠനം ഉറപ്പുവരുത്തുന്നതിനായി മലബാറിൽ അധിക +1 ബാച്ചുകൾ അനുവദിക്കണമെന്ന് താനൂർ KSTU സബ് ജില്ലാ കമ്മിറ്റി തിരൂർ നൂറിലേക്കിൽ സംഘടിപ്പിച്ച നേതൃ ക്യാമ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ബിരുദ പഠനത്തിന് ജില്ലയിൽ പ്രതിസന്ധി നേരിടുകയാണ്. പുതിയ കോഴ്സുകൾ അനുവദിച്ചും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും പരിഹാരം കാണണമെന്നും ക്യാമ്പ് ആവശ്യപ്പെട്ടു. KSTU ജില്ലാ പ്രസിഡന്റ് NP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് അൻസാർ C അധ്യക്ഷനായി. CKCT ജില്ലാ ട്രഷറർ ഡോക്ടർ C മുഹമ്മദ് റാഫി, KSTU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ VA ഗഫൂർ, റഹീം കുണ്ടൂർ, ജില്ലാ ട്രഷറർ KM ഹനീഫ, ജില്ലാ സെക്രട്ടറി ജലീൽ KP, അബ്ദുറഹീം T, ഖലീലുൽ അമീൻ PT, ഷറഫുദ്ദീൻ A, ഇസ്മായിൽ P എന്നിവർ പ്രസംഗിച്ചു. സബ് ജില്ലാ ഭാരവാഹികളായ നൌഷാദ് A യാക്കൂബ്, ഷബീർ ബാബു P, യാസിർ C, സാഹിർ P, നിഷാദ് C, ആബിദ് KP, ഹബീബ് റഹ്മാൻ, റസീന താനൂർ, ഹസീന തലക്കട്ടൂർ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. SSLC CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തിരൂർ നഗരസഭ 28-ാം വാർഡിലെ വിദ്യാർത്ഥിനികളെ ഉപഹാരം നൽകി ആദരിച്ചു. 28-ാം വാർഡ് കൗൺസിലർ V നന്ദൻ മാസ്റ്ററും സ്കിൽ വേ എഡ്യൂക്കേഷനും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. തെക്കുമുറി 28-ാം വാർഡിലെ ഗാന്ധിപുരത്ത് വെച്ച് നടന്ന പ്രോഗ്രാം കൗൺസിലർ V നന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയും ഉപഹാര വിതരണം ചെയ്യുകയും ചെയ്തു. സ്കിൽ വേ എഡ്യൂക്കേഷൻ ഡയറക്ടർ VK നിസാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യാപാരി സമിതി തിരൂർ മുനിസിപ്പൽ സെക്രട്ടറി ഹസൻ ചക്കുങ്ങൽ സ്വാഗതവും മെഡിടെക് അക്കാദമി ഡയറക്ടർ PA നിഷ നന്ദിയും പ്രകാശിപ്പിച്ചു. മീനു മുംതാസ് ആശംസാ പ്രസംഗം നടത്തി. നിരവധി വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജൂൺ 6-ന് നടക്കാനിരിക്കെ ആള് കണ്ടെത്താനാകാതെ ലീഗ് നേതൃത്വം. പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള യോഗം 6-ന് രാവിലെ 11-ന് നടക്കുമെന്ന് വരണാധികാരി അഡീഷണൽ തഹസിൽദാർ അംഗങ്ങളെ അറിയിച്ചു. പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിന് വാർഡ് കമ്മിറ്റികളുടെ അഭിപ്രായം അറിയാനായി വിളിച്ചു ചേർത്ത യോഗം ഒരു വിഭാഗം ബഹിഷ്കരിച്ചു. 21-ാം വാർഡ് കമ്മിറ്റികളിൽ 14 കമ്മിറ്റികൾ മാത്രമാണ് അഭിപ്രായം അറിയിച്ചത്. നിലവിലെ പ്രസിഡന്റിനെ രാജിവെപ്പിച്ചതിൽ പ്രതിഷേധിച്ച് 21-ാം വാർഡ് കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ്. 6-ാം വാർഡ് അംഗം AK സൗദ മരക്കാരുട്ടി, 7-ാം വാർഡ് അംഗം A റഹിയാനത്ത്, 19-ാം വാർഡ് അംഗം P തസ്ലീന ഷാജി എന്നിവരാണ് പരിഗണനയിലുള്ളത്. പ്രാദേശികവാദം അംഗീകരിച്ചാൽ തസ്ലീന ഷാജിയെ തിരഞ്ഞെടുത്തേക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിച്ചവരിൽ ഒരാളാണ് തസ്ലീന. നിലവിലെ പ്രസിഡന്റിനെ മാറ്റാത്തതിൽ പ്രതിഷേധിച്ച് മുൻപ് തസ്ലീന പഞ്ചായത്ത് കമ്മിറ്റിക്ക് രാജി നൽകിയിരുന്നു. എന്നാൽ മുൻ പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവർ തസ്ലീനയെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചതിനാൽ തസ്ലീനയ്ക്ക് സാധ്യതയേറെയാണ്. അതേസമയം ഹിതപരിശോധനയിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്നയാളെ പിന്തുണയ്ക്കാമെന്നാണ് മിക്ക വാർഡ് കമ്മിറ്റികളും അഭിപ്രായം അറിയിച്ചത്. പ്രാദേശികമായി നൽകാതെ കഴിവുള്ളവരെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണമെന്നും വാർഡ് കമ്മിറ്റികൾ ആവശ്യപ്പെട്ടതായാണ് വിവരം.
പഞ്ചായത്ത് പ്രവർത്തക സമിതി യോഗം വിളിച്ച് തീരുമാനം എടുക്കണമെന്നാണ് മുൻ പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെടുന്നത്. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. ഗ്ലോബൽ അക്കാദമിയിൽ 2023-24 ഏവിയേഷൻ മോണ്ടിസോറി TTC ബാച്ചിന്റെ കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണം ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ AP ഷഫീഖ് നിർവഹിച്ചു. ആർക്ക് നെഗറ്റീവായിട്ട്, അതാണ് ഇതിലെ പ്രധാന കാര്യം, നെഗറ്റീവായിട്ട് ഒരു ഇംപ്രഷൻ, ഒരു മാതൃക, ഒരു റോൾ മോഡൽ ആകാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ മഹാത്മാഗാന്ധിയെ കാണാനില്ല, APJ അബ്ദുൽ കലാമിനെ കാണാനില്ല. അങ്ങനെ നോക്കുമ്പോൾ മഹാന്മാരൊന്നും, മാതൃകാ പുരുഷന്മാരൊക്കെ ഓരോ ദിവസം കഴിയുന്തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് ഒരു റോൾ മോഡലിനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരെയെ കാണിക്കാൻ പറ്റൂ? വെരി ഗുഡ്, നിങ്ങളെ മാത്രമാണ് കാണിക്കാൻ പറ്റുക. സോ നമ്മൾ തീരുമാനിക്കണം ഞാൻ എങ്ങനെയായിരിക്കണം. മനസ്സിലാക്കി പറഞ്ഞത് അത് ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത്, ഞാൻ കുറെ കാലം കുട്ടികളെ പഠിപ്പിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് എന്നൊക്കെ വിദ്യാഭ്യാസമുള്ളവരെ ഞാൻ പഠിപ്പിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ആ മാതൃകയാണ് നമ്മൾ പുലർത്തേണ്ടതുള്ളൂ. ബാക്കി നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ലൈഫാണ്, ഇറ്റ്സ് എ സിംഗിൾ ലൈഫ്. എൻജോയ് ചെയ്യണം, ആഹ്ലാദിക്കണം, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അർമാദിക്കണം. ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ ഭൂമി എങ്ങനെയാണോ തിരിയുന്നത് അതിന്റെ അച്ചുതണ്ടിൽ കിടന്നാണ്. അച്ചുതണ്ടിലെ പിടി വിട്ടുപോകാതെ തിരിയാൻ നമ്മൾ ശീലിക്കണം. പരിപാടിയിൽ ഗ്ലോബൽ അക്കാദമി തിരൂർ കോർഡിനേറ്റർ P. അശ്വതി സ്വാഗതം പറഞ്ഞു. നൌഷി ഷെറിൻ, ഷഫീല, മുഹസിന ബാനു, അഞ്ജലി, പ്രവിത, വിനീത, രാധിക എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിന് ഗ്ലോബൽ അക്കാദമി വളാഞ്ചേരി കോർഡിനേറ്റർ CK ഉബൈദ് നന്ദി പറഞ്ഞു. ബിസിനസ് ഡെസ്ക്, വെട്ടം. എലൈറ്റ് ലേണേഴ്സിന്റെ വിക്ടറി ഡേയിൽ +2 വിജയികളെ അനുമോദിച്ചു. 100ഓളം കുട്ടികൾ എല്ലാ സയൻസ് വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. 150ഓളം കുട്ടികൾ 90% കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചു. തിരൂർ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം നിർവഹിച്ചു. എലൈറ്റ് ലേണേഴ്സ് ഡയറക്ടർ PA സലാം ലില്ലീസ് അധ്യക്ഷത വഹിച്ചു. എലൈറ്റ് ലേണേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബ് മുളിയത്തിൽ സ്വാഗതം പറഞ്ഞു. തിരൂർ മുനിസിപ്പാലിറ്റി എഡ്യൂക്കേഷൻ ചെയർപേഴ്സൺ റസിയ ഷാഫി ആശംസയും എലൈറ്റ് ലേണേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ നസീബ തസ്നി നന്ദിയും പറഞ്ഞു. പ്രശസ്ത ഗായിക മീരയുടെ നേതൃത്വത്തിലുള്ള മ്യൂസിക് ബാൻഡിന്റെ ഗാനമേളയും അരങ്ങേറി. ബിസിനസ് ഡെസ്ക്, വെട്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.